ബിഗ് ബോസിനകത്ത് ഇപ്പോൾ രാവിലെ നമ്മുടെ ജിസേലിന് നിവിനൊരു പേരിട്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? ഹ്യൂമാനിറ്റി അമ്മായി. ആദ്യമേ വിളിക്കുന്നത് ഹ്യൂമാനിറ്റി തള്ളയെന്നാണ് വിളിക്കുന്നത്. പിന്നെ വിളിക്കുന്നത് ഹ്യൂമാനിറ്റി അമ്മായി. നമ്മുടെ ജിസേലിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ജിസേൽ പറയുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. പിന്നീട് കിച്ചണിൽ ഇപ്പോൾ രാവിലെ നടക്കുന്നത്, കിച്ചൺ എന്ന് പറയുന്നത് ഫുൾ വൃത്തികെട്ട രീതിയിൽ നടക്കുന്നത്. വൃത്തി എന്ന് പറയുന്നത് ഒട്ടുമില്ല. രാവിലെ ഇപ്പോൾ കിച്ചൺ ടീമിലേക്ക് കടന്നു വന്നത് ജിസേൽ കോഫി ഇടാനായിട്ട് വരുമ്പോൾ ജിസേൽ അവിടെ പറയുന്നു, കിച്ചൺ ഈത്തമഴത്തിൻ്റെ വെസൽ ക്ലീനിങ് ആണെങ്കിൽ കിച്ചൺ ടീം വന്നത് വൃത്തികേടായിട്ട് കിടക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് അതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇന്നലെ എന്ന് പറയുന്നത് ഇവിടെ ഫുഡൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മിനിഞ്ഞാന്നാണ് ഫുഡൊക്കെ തയ്യാറാക്കിയത്. അത് കിച്ചൺ ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും അഴുക്കുണ്ടായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ ദിവസം ആരാണ് മെസ്സലിൽ കയറിയത്? അപ്പോൾ അവരാണ്, അല്ലെങ്കിൽ കിച്ചണിൽ കയറിയവരാണ് വൃത്തികേടാക്കിയെന്നുള്ളത് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാ കയറിയെന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഇന്നലെ ഫുഡെല്ലാം നമ്മുടെ ബിഗ് ബോസ് ആണല്ലോ കൊടുത്തിരുന്നത്. ഇന്നത്തെ ദിവസം അപ്പോൾ രാവിലെ അങ്ങനൊരു ചെറിയൊരു സംസാരം നടക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇല്ലാത്തതിൻ്റെ കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാര ഒളിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നിവിൻ്റെ കയ്യിൽ പഞ്ചസാര ഉണ്ടെന്ന് പറയുന്നു. നിവിൻ ആർക്കും കൊടുക്കത്തില്ലെന്നും പറയുന്നുണ്ട്. ആര്യൻ്റെ കയ്യിലും പഞ്ചസാര ഉണ്ടെന്ന് ആര്യം പറയുന്നുണ്ട്. ആര്യനും പറയുന്നുണ്ട് ആർക്കും കൊടുക്കത്തില്ലെന്ന് പറയുന്നു. ഈ ഇത്തരം വിഷയങ്ങളാണ് നടന്നത്. പിന്നെ അവർ നമ്മുടെ ബീൻ ബാഗിലിരുന്ന അക്ബറും നമ്മുടെ നിവിനും ഈ ജിസയിലും ആര്യനും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നടന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും രാവിലെ ഇപ്പം നടന്നില്ല.